കായംകുളം നഗരസഭയിലെ 45 വാർഡുകളിൽ മഴക്കാല ശുചീകരണത്തിന് മുന്നോടിയായി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 25 ലക്ഷം രൂപയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതായി ചെയർമാൻ ശരത്ലാൽ വെല്ലാരി പറഞ്ഞു. മലയൻ കനാലിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളും പോളകളും നീക്കം ചെയ്തിരുന്നു. എന്നാൽ LDFന്റെ ചില കൗൺസിലർമാർ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടത്താതെ അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഉന്നയിക്കുന്നതെന്നും ചെയർമാൻ പറഞ്ഞു. കായംകുളം നഗരസഭയിലെ 45 വാർഡുകളിൽ മഴക്കാല ശുചീകരണത്തിന് മുന്നോടിയായി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 25 ലക്ഷം രൂപയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതായി നഗരസഭാ ചെയർമാൻ ശരത്ലാൽ വെല്ലാരി പറഞ്ഞു. കായംകുളം നഗരസഭയിൽ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി 45 വാർഡുകളിലും തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തി 25 ലക്ഷം രൂപയും നഗരസഭാ തനത് ഫണ്ടിൽ നിന്നും 20,000 രൂപയും ചെലവഴിക്കാവുന്ന മുറയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ ഇറിഗേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ യോജിപ്പിച്ച് മലയൻ കനാലിൻ്റെ വേസ്റ്റും പോളകളും നീക്കം ചെയ്തിട്ടുണ്ട്. എന്നാൽ LDFന്റെ ചില കൗൺസിലർമാർ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാതെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇതുകൂടാതെ നഗരസഭാ കൗൺസിലർമാർ മുഖേന ആദ്യ ഗഡു 10,000 രൂപ വീതം നൽകി. ഈ തുക ചെലവഴിച്ച് കണക്കുകൾ നഗരസഭയിൽ സമർപ്പിക്കപ്പെടുന്ന മുറയ്ക്ക് വീണ്ടും 10,000 രൂപ കൂടി നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് നൽകാൻ കൗൺസിൽ തീരുമാനമെടുത്തിരുന്നുവെന്നും ചെയർമാൻ പറഞ്ഞു. മലയൻ കനാലിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളും പോളകളും ഇറിഗേഷൻ വകുപ്പിനെയും ഉപയോഗപ്പെടുത്തി ഹിറ്റാച്ചി ഉപയോഗിച്ച് നീക്കം ചെയ്തിരുന്നു. എന്നാൽ LDFലെ ചില കൗൺസിലർമാർ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടത്തുവാൻ കഴിയാതെ അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഉന്നയിക്കുന്നതെന്നും ശരത്ലാൽ വെല്ലാരി പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.